ലക്ഷ്മിക്ക് സൂപ്പർ പണി വരുന്നുണ്ട്. അകത്തേക്ക് കയറാമോ? വീട്ടിനകത്തേക്ക് കയറ്റാൻ കൊള്ളാത്തവരൊക്കെ ഉണ്ടെന്ന് കേട്ടല്ലോ. ഇത് പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ലാലേട്ടൻ. ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. എന്തായാലും ശരി, ലക്ഷ്മിക്ക് ഇന്ന് പൂര പണി കിട്ടും. അതുപോലെ ഇന്ന് കർശന തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് പറഞ്ഞു. തീരുമാനങ്ങൾ ഉറപ്പിച്ച് ലാലേട്ടൻ എന്ന് പറഞ്ഞത്. തീരുമാനം ഉറപ്പിച്ച് ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ഇതിന് തക്കതായ ശിക്ഷ എന്ന് പറഞ്ഞാൽ ജയിൽ ശിക്ഷ ഓൾറെഡി ഇപ്പം ലക്ഷ്മിക്ക് കൊടുത്തു കഴിഞ്ഞു. ഇതിനപ്പുറം ഒരു വാണിംഗ് അല്ലാതെ എന്താ നടക്കുന്നത് ഇത്തരത്തിലൊന്നും മനസ്സിലാവുന്നില്ല. എവിക്ഷൻ ലിസ്റ്റിലൊന്നും ഡയറക്ടറും ഇതിന്റെ പേരിൽ ഒരു അങ്ങനൊന്നും വന്നിട്ടൊന്നുമില്ല. പക്ഷെ അന്നേരം എന്ത് ശിക്ഷയാണ് കൊടുക്കുന്നത്? എന്തെങ്കിലും ഒരു ഇത് കൊടുക്കും, ശിക്ഷ കൊടുക്കും. പക്ഷെ പുറത്താകുമെന്ന് തോന്നുന്നു. എന്തായാലും ശരി, തന്ത്രങ്ങൾ മെനയുമ്പോൾ ഒരു മര്യാദ വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശരിയാണ്, വെറും ചീപ്പ് തറപ്പണി കാണിക്കാം. ഈ ഒരു ആക്ട്രസ് എന്നൊക്കെ പറഞ്ഞ് സ്വന്തം അങ്ങ് ഒരു പടത്തിൽ കയറിയപ്പോൾ ആക്ട്രസ് ആയി. അപ്പോഴേ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് മെഴുകുക. അന്നേരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇത് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒനീലിന്റെ പ്രശ്നത്തില് ലക്ഷ്മിയുടെ ഒരു നിലപാട്, ഒരാൾ പറയുന്ന കേട്ടിട്ട് അതിനെ ഇങ്ങനെ ദുർവ്യാഖ്യാനം നടത്തണമോ എന്നുള്ളൊരു ചിത്രീകരണമൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേരിലും ഈ റന പിന്നെ ആദില നൂറയുടെ കമ്മ്യൂണിറ്റിയെ ഈ രീതിയിൽ പറഞ്ഞതിന്റെ ഒരു അടിസ്ഥാനത്തിലും തക്കതായ പെരുമാറ്റം ഇന്ന് ലാലേട്ടൻ ഉണ്ടാകും. കാര്യം ഈ 2 ആഴ്ച കൊണ്ട് ലക്ഷ്മി ഏറ്റവും വെറുപ്പിക്കലിന്റെ ഒരാളായി മാറി. എന്തായാലും ശരി, ഇനിയും ഇന്ന് വൈകുന്നേരം ഇന്ന് ആരാണ് എവിക്റ്റ് ആകുന്നത് കുറെ നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരു രീതിയിലാണ്. വോട്ടിങ്ങിലൊക്കെ ആര്യനും അതുപോലൊക്കെയുള്ള ആൾക്കാരൊക്കെയാണ് പുറകെ നിൽക്കുന്നത്. പക്ഷെ ആര്യനെ ഒന്നും വിടാൻ ഇപ്പൊ ചാൻസ് ഇല്ല. പോകും, ഇവര് പുറത്ത് പോകേണ്ടവർ കുറച്ചു പേരൊക്കെ ഉണ്ട്. ഇനിയിലെ ഇവരൊക്കെ പോകേണ്ട കുറെ ടീംസ് ഒക്കെ പോകും. ശക്തമായി കളിക്കുന്ന വെച്ചാൽ ആരൊക്കെയാണെന്നുള്ളത് ബിഗ് ബോസിന്റെ ഗെയിം തുടങ്ങിയിട്ടേ ഉള്ളൂ. അടുത്തൊരു അപ്ഡേറ്റിൽ കാണാം. നന്ദി, നമസ്കാരം.